പക്ഷേ ലോക തൊഴിലാളി ദിനം, തൊഴിലാളി വർഗ പാർട്ടി ഭരിക്കുന്ന കേരളം എന്ന സംസ്ഥാനം, അവിടുത്തെ തൊഴിലാളിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നു. പറഞ്ഞു വന്നത് KSRTCയിലെ ഡ്രൈവറായ യദുവിൻ്റെ പ്രശ്നമാണ്. അതായത് യദു ഒരു തൊഴിലാളിയാണ്. ഈ തൊഴിലാളിക്കെതിരെ ഒരു ജനപ്രതിനിധി ഒരു ആരോപണം ഉന്നയിച്ചു. അപ്പോൾ അതേ തുടർന്നുള്ള കേസ് അന്വേഷണമൊക്കെ നടക്കുന്നു. ഇപ്പോൾ യദു വണ്ടി ഓടിച്ചിരുന്ന, അതായത് യദു ഓടിച്ചിരുന്ന KSRTC ബസ്സിൽ 3 CCTV ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ആരോപണങ്ങൾ ആരുടെയാണ് ശരിയെന്നറിയാൻ പോലീസ് ഈ വാഹനത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പോലീസ് ഇന്ന് തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ശ്രമിക്കുന്നു. 64 GB മെമ്മറി കാർഡാണ് ഇതിനകത്തുള്ളത്. പക്ഷേ പോലീസ് ചെല്ലുമ്പോൾ ഇതിനകത്ത് മെമ്മറി കാർഡില്ല. അപ്പോൾ പെട്ടെന്ന് മെമ്മറി കാർഡ് അപ്രത്യക്ഷമായോ, ചിലപ്പോൾ ആരെങ്കിലും എടുത്തിട്ട് പോകുന്നതാകാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ 4 KSRTC ബസ്സുകളിലാണ് ഒരേ സമയം ഈ പറയുന്ന CCTVകൾ സ്ഥാപിച്ചത്. ഇതിൽ മറ്റു 3 ബസ്സുകളിലും മെമ്മറി കാർഡുണ്ട്. ഒരെണ്ണത്തിലെ മെമ്മറി കാർഡ് വാനിഷായിപ്പോയി. എന്തായിരിക്കും സംഭവിക്കുക? സിനുജി, യഥാർത്ഥത്തിൽ സാർവദേശീയ തൊഴിലാളി ദിനത്തിൽ നമ്മളിങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടി വരുന്നത് തന്നെ കേരളത്തിൻ്റെ വലിയ ധർമ്മസങ്കടങ്ങളിലൊന്നാണ്. തൊഴിലാളി വർഗത്തിൻ്റെ ശത്രു ആരാണ് എന്ന് ചോദിച്ചാൽ തൊഴിലാളി വർഗം തന്നെ ഭരണകൂടമായി തീരുമ്പോൾ ആ ഭരണകൂടമാണ് തൊഴിലാളി വർഗത്തെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത്. ഇതിനെതിരായി മാപ്പ് പറയുന്ന ഒരു ചരിത്രമൊക്കെ കേരളത്തിനുണ്ട്. ആദ്യത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് 57 EMS ഗവൺമെൻറ് ഭരിക്കുമ്പോഴാണ് നിൻ്റെ നാട്ടിൽ കൊല്ലത്ത് ചന്ദനത്തോപ്പ് വെടിവെപ്പുണ്ടായത്. RSP തൊഴിലാളികൾ RSP യൂണിയൻ്റെ കീഴിലുള്ള തൊഴിലാളികൾ അവിടെ പണിമുടക്കുന്നു, അവിടെ വെടിവെപ്പുണ്ടാകുന്നു, തൊഴിലാളികൾ മരിക്കുന്നു. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിയന്തരമായി യോഗം ചേർന്ന് ആലോചിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ലോക തൊഴിലാളി വർഗത്തിനോട് കേരള ഗവൺമെൻറ് മാപ്പ് പറയണമോ വേണ്ടയോ എന്നാണ്. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ചരിത്രമുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരത്തിൽ വരാം, ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വരുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ അടിസ്ഥാന സ്വഭാവം ഉണ്ടല്ലോ, വർഗ സ്വഭാവം, തൊഴിലാളി വർഗ പക്ഷം, അത് മറന്നു പോകുന്നു എന്നതാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കാണുന്നത്. ഇതെന്തൊക്കെയാണ് ഇപ്പോൾ ഒരു കൊച്ചു ഭരണകൂടം, ഒരു ഒരു ലോകത്തിലെ ഭരണകൂടം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു കൊച്ചു രൂപമാണല്ലോ ഒരു കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ മേയർ സ്ഥാനത്ത്, അതും ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി എത്തിപ്പെട്ടിട്ട് എന്തൊക്കെ നുണകളാണ് ഒരു പാവം. തുടക്കത്തിലേ അങ്ങനെയാണല്ലോ, സിനിമ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തുടക്കത്തിലേ അങ്ങനെയാണ്. അവർ പറഞ്ഞു കൂട്ടിയത് മുഴുവനും നുണകളാണ്, ആരോപണങ്ങൾ മുഴുവൻ നുണകളാണ്. അതും ആരാണ്? ഒരു സ്ഥിരപ്പെടുത്തുക പോലും ചെയ്തിട്ടില്ലാത്തൊരു പാവം തൊഴിലാളിയോടാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന ഒരു പാവം മനുഷ്യൻ. അയാൾ ചെയ്തത്, അയാളും എത്ര മണിക്കൂർ തുടർച്ചയായിട്ട് ജോലി, ഭയങ്കര നരകമാണ് കേട്ടോ. ഈ KSRTCയിലെ പുതിയ ഈ തൊഴിൽ നിയമങ്ങളൊക്കെ വളരെ അപകടം പിടിച്ചാണ്. എൻ്റെ പല കൂട്ടുകാരും അത് പറയുന്നുണ്ട്. അങ്ങനെ ജോലി ചെയ്തു വരുന്ന ഒരാൾ അവർ എവിടെയോ ഉല്ലാസയാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ മേയർ, അവരുടെ ഭർത്താവ്, അവരുടെ കുടുംബം അവർക്ക് വേണ്ട വിധം, അവർക്ക് അതിവേഗത്തിൽ പോകാൻ തക്ക വിധത്തിൽ KSRTC ബസ് തിരക്കുള്ള റൂട്ടിൽ സൈഡ് കിട്ടിയില്ല എന്നുള്ളതാണ് അവരുടെ ആക്ഷേപം. ഈ ആക്ഷേപം പിന്നെ പ്രവർത്തിക്കുന്ന ഈഗോ ആയിട്ടാണ്. ഞാൻ ആരാണെന്ന് അറിയാമോ? അറിയില്ലല്ലോ മാഡം എന്ന് പറഞ്ഞതാണ് കുഴപ്പം. അറിയണ്ടേ? അത്രയും സാധാരണക്കാരനാണ് യദു. ഒരു മനുഷ്യനാണ്. മാത്രമല്ല ഈ ജോലി ചെയ്യുന്ന ഇവരുടെയൊക്കെ ഒരു വിചാരം, തെറ്റിദ്ധാരണസിനും. കാരണം ഈ സാധാരണ മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും, എനിക്ക് നല്ല ഉറപ്പുണ്ട്, കേരളത്തിലെ ഒരു 50% തൊഴിലാളികളോട് രാവും പകലും ഉപജീവനത്തിന് വേണ്ടി പണിയെടുക്കുന്ന മനുഷ്യരിൽ മഹാഭൂരിപക്ഷത്തോടും ചിലപ്പോൾ പിണറായി വിജയൻ്റെ പടം കാണിച്ചിട്ട് ആരാന്ന് ചോദിച്ചാൽ അറിയില്ല. അവരുടെ പണിയല്ല അത് അറിഞ്ഞിരിക്കുക എന്നുള്ള അവരുടെ ഉത്തരവാദിത്വമൊന്നുമല്ല. ഈ പാവം തൊഴിലാളിയുടെ വേദന എന്താണ്, സങ്കടം എന്താണെന്ന് അങ്ങോട്ട് പോയി അറിയലാണ് ഭരണകൂടത്തിൻ്റെ പണി. ഇത് ഭയങ്കര കഷ്ടമായിപ്പോയി. കഷ്ടം എന്ന് പറഞ്ഞാൽ അതിലപ്പുറമാണ്. എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്. ഞാൻ വണ്ടി, അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞേ കേട്ടില്ലേ, വണ്ടി ഞങ്ങൾ ക്രോസ് ചെയ്തിട്ടിട്ടില്ല, സിഗ്നലിലാണ് വണ്ടി നിന്ന്. പത്രങ്ങൾ മീഡിയ മുഴുവനും പുറത്തു കൊണ്ടുവന്നു. വണ്ടി ക്രോസ് ചെയ്ത് ലെഫ്റ്റിലൂടെ വന്നിട്ട് ക്രോസ് ചെയ്തിട്ട് സീബ്ര ക്രോസിനോടനുബന്ധിച്ച് വണ്ടി ഇട്ടിരിക്കുകയാണ്. അത് തന്നെ അക്രമമാണ്. ഇതിൽ ആദ്യത്തെ ക്രിമിനൽ ഒഫൻസ് അതാണ്, ഗതാഗതം തടസ്സപ്പെടുത്തുക എന്നത്. ആ ഒഫൻസ് ചെയ്തത് ഈ മേയറും അവരുടെ ഡ്രൈവറുമാണ്. അത് ചർച്ചയ്ക്ക് വന്നില്ല. പിന്നെ ഇയാൾ മദ്യപിച്ചു. അടുത്ത നുണ, ഇയാൾ ലഹരി സാധനങ്ങൾ കഴിച്ചു. ഈ പരാതി കിട്ടുന്നതിന് മുമ്പ് തന്നെ പോലീസ് അയാളെ ലഹരി പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്, ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ലഹരിയും അയാൾ ഉപയോഗിച്ചു. അയാൾ പറയുന്നത് ജീവിതത്തിൽ ഞാൻ ഹാൻഡ്സോ മദ്യമോ ഒന്നും കഴിച്ചിട്ടില്ല എന്ന്. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ അയാൾ ഇവരുടെ മുമ്പിലേക്ക് ഈ ലഹരി സാധനങ്ങളുടെ പാക്കറ്റ് അയച്ചു എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡോറ് വലിച്ചു തുറന്നപ്പോൾ ബാക്കിൽ നിന്നൊക്കെ വന്ന ഈ പാക്കറ്റുകൾ, ബിസ്ക്കറ്റിൻ്റെ, വണ്ടിയല്ലേ ബസ്സല്ലേ, വണ്ടികൾ, ഈ പാക്കറ്റുകൾ
എൻ്റെ മുമ്പിലേക്ക് വന്ന് പെട്ടപ്പോൾ ഈ ഡോറ് തുറന്ന സമയത്ത് ഇത് ഞാൻ പുറത്തേക്ക് കളഞ്ഞു എന്നാണ് അയാൾ പറയുന്നത്. അയാളെ പ്രത്യക്ഷത്തിൽ അയാൾ പറയുന്നതിലൊന്നും ഒരു അബദ്ധവും നമുക്ക് തോന്നിയിട്ടില്ല. ഏത് സാധാരണക്കാരനും അത് ബോധ്യപ്പെടും. ഇപ്പോഴാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എന്നിട്ട് ആലോചിച്ചു, അയാൾ പരാതി കൊടുത്തു, എൻ്റെ വണ്ടി തടഞ്ഞു, ഔദ്യോഗിക കൃത്യനിർവഹണം. മാത്രമല്ല യാത്രക്കാരെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. യാത്രക്കാരെ ഇറക്കി വിടുകയാണ്. MLA ആണത്രേ ഇദ്ദേഹത്തിൻ്റെ ഇവരുടെ ഭർത്താവ്. അവർ കയറി വന്നിട്ട് ഇറങ്ങിപ്പോകാൻ പറയുന്നു. അപ്പോൾ ഈ പാവം പിടിച്ച ഞാൻ MLA ആണെന്ന് പറയുമ്പോൾ ആളുകൾ പേടിച്ച് പോകുന്നു. ആലോചിച്ച് നോക്കൂ, ഒരു ജനസേവകരെയാണ് ഈ പേടിക്കുന്നത്. MLA നമ്മുടെ ശമ്പളം കൊണ്ട്, യഥാർത്ഥത്തിൽ അയാൾ ആണ് സേവകൻ, സെർവൻ്റാണ്. ഗവൺമെൻറ് സെർവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പബ്ലിക്കിൻ്റെ സെർവൻ്റാണ് അയാൾ. നമ്മുടെ നികുതി പണം കൊണ്ടാണ് കഴിഞ്ഞുകൂടുന്നത്. അയാൾ സഞ്ചരിക്കുന്ന ഓരോ കിലോമീറ്ററിനും, അയാൾ ഉച്ഛ്വസിക്കുന്ന ഓരോ വായുവിനും, കുടിക്കുന്ന ഓരോ തുള്ളി വെള്ളത്തിനും, അയാൾ കഴിക്കുന്ന ഓരോ തുള്ളി മരുന്നിനും കേരളത്തിൻ്റെ നികുതി പണമുണ്ട്. എന്നിട്ട് അയാൾ പറയുന്നു ഞാൻ MLA ആണ്, ഇറങ്ങിപ്പോയിക്കോളണം. ഇത് പറയുക, ജനങ്ങളെ ഇറക്കി വിടുക. അപ്പോൾ ഇതൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പുറത്തു വന്നു പറഞ്ഞാൽ നമ്മുടെ CCTV ദൃശ്യങ്ങളാണ്. അത് ചിലപ്പോൾ റോഡ് സൈഡിലെ കടകളിൽ നിന്നോ അങ്ങനെയൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും നിർണായകമാകുന്നത് KSRTC ബസ്സിനുള്ളിൽ എന്ത് നടന്നുള്ളതാണ്. അപ്പോൾ ഈ MLA അകത്ത് കയറി ഇവരെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഡ്രൈവറുടെ നിലപാട് എന്താണ്, ഇതൊക്കെ ഈ പറയുന്ന 3 ക്യാമറ കൊണ്ട് അറിയാം. അതായത് ഡ്രൈവറുടെ മുമ്പിൽ ഒരു മോണിറ്റർ ഉണ്ടാവും, അതിനകത്ത് ഇത് റെക്കോർഡിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. അത് ഈ ഡ്രൈവർ ഇത് പറയുന്നുണ്ട്. പിന്നെ ബസ്സിനകത്തേക്ക് തിരിച്ചു വെച്ചൊരു ക്യാമറ ഉണ്ട്, പിന്നിലൊരു ക്യാമറ ഉണ്ട്. അപ്പോൾ വണ്ടി ഓവർടേക്ക് ചെയ്തോ എല്ലാം ഇതിനകത്ത് കിട്ടേണ്ടതാണ്. 64 GB റെക്കോർഡ് ചെയ്യപ്പെടാനുള്ളതാണ്. ഇഷ്ടം പോലെ ഉണ്ട്. ഈ കേസ് തെളിയിക്കാനുള്ള എല്ലാ രേഖയും അത് മതിയായിരുന്നു. അപ്പോൾ ഇതെന്ന് വെച്ചാൽ തെളിവ് നശിപ്പിക്കാൻ ഒരു ഭരണകൂടം തന്നെ മുൻകൈ എടുക്കുക. ആലോചിച്ച് നോക്കൂ, ഒന്ന് ആ നഗരത്തിൻ്റെ മേയർ, 2 ആ സംസ്ഥാനത്തെ ഒരു MLA. ഈ 2 പേരും ചേർന്നാൽ അട്ടിമറിക്കാവുന്നതേ ഉള്ളൂ ഇവിടുത്തെ എല്ലാ കുറ്റാന്വേഷണവും എന്നല്ല എൻ്റെ അർത്ഥം. അതും ഈ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർ 2 പേരും. ഇതിനേക്കാൾ വലിയ ജനാധിപത്യത്തിലെ അട്ടിമറി എന്താണുള്ളത്? ഇവരെയൊക്കെ തെരഞ്ഞെടുത്ത് അയച്ച ജനം ലജ്ജിക്കുകയല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത്? അവരെന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെ ഇന്നലെ കണ്ടോന്നറിയില്ല, നല്ല അഭിനേതാവാണെന്ന് തോന്നുന്നു. ഇന്നലെ കോർപ്പറേഷനകത്ത് കരഞ്ഞുകൊണ്ട് അങ്ങേയറ്റം വൈകാരികമായി സംസാരിക്കുന്നു. എനിക്ക് വേണ്ടിയല്ല, എൻ്റെ കുടുംബത്തിനുണ്ടായ ഒരു പ്രശ്നം ബാക്കിയുള്ളവർക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, നാട്ടിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടി ഞാൻ അനുഷ്ഠിച്ച ത്യാഗമാണിത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരോടാണ്? ഇവർ വന്ന കാലത്തെ ഓർമ്മയില്ലേ? വന്ന വഴി തന്നെ അങ്ങനെയാണ്. ഞാൻ മനസ്സിലാക്കിയത് ഇത് CPM-നകത്തെ ജാതി സമവാക്യങ്ങളുടെയൊക്കെ ഫലമായിട്ട് വേണ്ടപ്പെട്ട ആരുടെയൊക്കെയോ നോമിനിയായി വന്നതാണ്. അത്തരക്കാരെ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന അപകടമുണ്ട്. എന്നിട്ട് എന്താണ് ആഘോഷിച്ചത്? ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ. എന്തിന് പ്രായം കുറഞ്ഞ മേയർ വേണം? മനുഷ്യനോട് പെരുമാറാൻ അറിയാത്ത, തൊഴിലാളിയായി തിരിച്ചറിയാൻ പറ്റാത്ത, അധ്വാനിക്കുന്ന മനുഷ്യനെ ആദരിക്കാൻ പറ്റാത്ത ആൾക്ക് പ്രായം കുറഞ്ഞിട്ട് എന്താ കാര്യം? പ്രായം കൂടിയാൽ എന്താ കുഴപ്പം? ഇതൊന്നുമല്ല. ഈ പറഞ്ഞ പൈങ്കിളി വാദങ്ങളൊക്കെ ദുർബലമായി തീരുകയും അസ്ഥാനത്തായി തീരുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കേസിലൊക്കെ ഒരു കാര്യമില്ലല്ലോ. സ്വകാര്യമായ ഒന്ന് മേയറുടെ വാഹനമല്ല. മേയറുടെ വാഹനമല്ലാത്തതുകൊണ്ട് തന്നെ അത് ഔദ്യോഗിക യാത്രയല്ല. അന്നേരത്ത് ഒരു സ്വകാര്യ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഒരു സാധാരണ പൗരൻ മാത്രമാണ് ഇവർ. അവരവിടെ ചെന്നിട്ട് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തേണ്ട കാര്യം പോലും ഇല്ല. ഐഡന്റിറ്റി വെളിപ്പെടുത്തുമ്പോഴാണല്ലോ അറിയില്ലല്ലോ മാഡം എന്ന് പറയുമ്പോൾ ഈഗോ കത്തുന്നത്. എന്തിനറിയണം? ഇനി അറിയിക്കാൻ പോകരുത്. സാധാരണ രീതിയിൽ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ആളുകൾ ചെയ്യാറുള്ള ഒരു കോമൺ സെൻസ്, ഇങ്ങോട്ട് അറിയില്ലെങ്കിൽ അങ്ങോട്ട് അറിയിക്കരുത്. അത് നമ്മുടെ സ്വകാര്യത കീപ്പ് ചെയ്യാൻ നല്ലതാണ്. നമുക്ക് സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. കുടുംബത്തോട് ഒപ്പം നമ്മുടെ സ്വകാര്യത നിമിഷങ്ങൾ വീണ്ടും കിട്ടും. അതിന് പകരം ഇവർക്കെന്തോ അത് അറിഞ്ഞിട്ട് വേണം ആളുകളെ കാണിക്കലും ഷോയും. നടുറോട്ടിൽ ഷോ, കോർപ്പറേഷനകത്ത് ഷോ, KSRTC ബസ്സിനകത്ത് കയറിയിട്ട് ഷോ, ബസ് തടഞ്ഞിട്ട് ഷോ. ഇങ്ങനെ കാണിക്കുന്ന ഒരു ഷോ ആണ് ജനാധിപത്യമെങ്കിൽ ലജ്ജിക്കണം കേരളം. ഇതിലപ്പുറം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇദ്ദേഹം കൊടുത്ത പരാതിയിൽ കേസ് ഇതുവരെ എടുത്തിട്ടില്ല. അതല്ലേ ആദ്യത്തെ പരാതി? പ്രധാനപ്പെട്ട കാര്യമല്ലേ അത്? നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം കൊടുത്ത സാധാരണ പൗരനാണ് യദു. KSRTCയിലെ ഒരു താൽക്കാലിക ജീവനക്കാരനാവട്ടെ, ആരാവട്ടെ. പിന്നെ ഇയാൾക്കെതിരെ EMA തട്ടിയെടുത്ത് കൊണ്ടുവരുന്ന തപ്പിയെടുത്തിട്ട് ഇദ്ദേഹം ഏതോ സ്വകാര്യ ബസ്സിൽ ഡ്രൈവർ ആയിരുന്ന കാലത്ത് എപ്പോഴോ KSRTCക്ക് അദ്ദേഹത്തിന്റെ ബസ് പോയി ഇടിച്ചു. അത്രയും ആർക്കാ സംഭവിച്ചുകൂടാത്തത്? ഡ്രൈവിംഗ് പഠിക്കുന്ന കാലമാണ്. പരിചയക്കുറവുണ്ടാകും. മാത്രമല്ല ആക്സിഡന്റ് വരുന്നത് വലിയ തോതിൽ പരിചയമുള്ള ആളുകൾക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നില്ല. എന്നിട്ട് അവന്റെ പൂർവ്വകാല ചരിത്രം മുഴുവൻ തപ്പിയെടുത്തിട്ട് അതിനകത്ത് ലജ്ജിക്കുന്നൊരു കാര്യം കൂടി ഞാൻ കേട്ടു. ആ KSRTC ബസ്സിൽ
ഈ ഇദ്ദേഹത്തിൻ്റെ വണ്ടി ഇടിച്ച് പരിക്കേറ്റ ഒരു സ്ത്രീ പോലും പരാതിപ്പെട്ടു. സ്ത്രീ ബസ്സിലുണ്ടാവുക, എന്നിട്ട് ആ ബസ്സിൽ മനുഷ്യന്മാർക്ക് പരിക്ക് പറ്റുമ്പോൾ അതിലൊരു സ്ത്രീയായ യാത്രക്കാരി ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് എന്തോ വലിയ എന്ത് കോമൺ സെൻസ് ഇല്ലാന്ന് തോന്നുന്നു ഇവർക്ക്. ഒന്നാമത് ഇതിലാരോ ഒരാൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പം സംസാരിക്കുന്നതൊന്നും, അതായത് ആദ്യം ഈ ക്രൈം ചെയ്യുന്നത് ഇത് ഇത്രത്തോളം വൈറലായി പോകുമെന്നോ, ഈ പാവം തൊഴിലാളിയുടെ പുറകെ മനസാക്ഷിയുള്ള മനുഷ്യന്മാർ മാധ്യമ ലോകം മുഴുവൻ കൂടുമെന്നോ അവർ ധരിച്ചിട്ടില്ല. അവരൊരു ആക്ഷൻ ഹീറോയിസം കാണിച്ചിട്ട് ഇത് അവസാനിക്കുന്ന വിചാരിച്ചു. അവരുടെ ഹീറോയിസം കൊണ്ട് അവിടെ തീരില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ സംസാരിക്കുന്നത് ഇവരല്ല. യഥാർത്ഥത്തിൽ പിന്നെ സംസാരിക്കുന്നത് ഏതോ ഒരു ഷ്രൂഡായിട്ടുള്ള ഒരു ക്രിമിനൽ വക്കീലാണ്. വക്കീൽ പറഞ്ഞു കൊടുത്ത ബുദ്ധിയാണ് എന്ത്, നിങ്ങൾ ആംഗ്യം കാണിച്ചത് വിശ്വാസയോഗ്യമല്ല എന്ന് എല്ലാവരും എനിക്ക് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ വളരെ കൃത്യമായിട്ട് KSRTCയുടെ ബസ്സിൻ്റെ മുമ്പിൽ ഹെഡ്ലൈറ്റ് ഭയങ്കര പവർഫുൾ ഹെഡ്ലൈറ്റ് ഉണ്ട്. മാത്രമല്ല ഡ്രൈവറുടെ ക്യാബിൽ ലൈറ്റ് ഉണ്ടാവുകയില്ല, ഇരുട്ടായിരിക്കും. പുറത്ത് നല്ല നമ്മൾ തിളങ്ങുന്ന ലൈറ്റിൽ നിൽക്കുന്ന ആൾക്ക് ഇപ്പുറത്ത് ലൈറ്റ് ഇല്ലാത്ത അകത്തേക്ക് എങ്ങനെ നോക്കാൻ പറ്റും? കണ്ണു തുറന്നതിൻ്റെ നേരെ നോക്കാൻ പോലും പറ്റില്ല. പിന്നെ എപ്പോൾ നോക്കിയെന്നാണ്? മുഴുവൻ നുണയാണ്. അപ്പോൾ അതാണ് പിന്നെ നിൽക്കുന്ന ഒരു സാധനം. സ്ത്രീകൾക്ക് നേരെ ഇവൻ ആംഗ്യം കാണിച്ചു എന്ന് പറയുക, അത് ചിറ്റിപ്പോയി. നമ്പർ 2, ഇയാൾ മദ്യപിച്ചു എന്ന് പറയുന്നത് ചിറ്റിപ്പോയി. ഞങ്ങൾ സിഗ്നലിൽ വണ്ടി നിന്നപ്പോൾ എല്ലാ വണ്ടികളോടൊപ്പം നിർത്തിയിട്ട് ഞങ്ങൾ ചെന്ന് വളരെ മാന്യമായി ഇദ്ദേഹത്തോട് ചേട്ടാ എന്നൊക്കെ വിളിച്ച് സംസാരിച്ചു എന്നാണ്. അത് മുഴുവനും വീഡിയോയിൽ പുറത്തു വന്നു. അപ്പോൾ ഇത് പൊളിഞ്ഞു പോയപ്പോൾ കാണിക്കുന്ന വക്കീൽ ബുദ്ധിയാണ്, കുനിഷ്ടാണ് ഈ കാണിക്കുന്ന മുഴുവനും. വക്കീൽ ബുദ്ധി കാണിക്കാൻ കാര്യങ്ങളുണ്ട്. അതായത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ പറയുന്ന MLAയും ഈ പറയുന്ന ആര്യ രാജേന്ദ്രൻ ന്യായീകരിച്ചു. അപ്പോൾ ഈ പാർട്ടി ന്യായീകരിച്ചപ്പോൾ ഇനി ബാക്കിയുള്ളവരും ഒപ്പം നിൽക്കണമെന്നുള്ളൊരു നിലപാടുണ്ടായി. ഈ സംഭവം ഉണ്ടായതിനു ശേഷം KSRTC ബസ് വീണ്ടും തൃശ്ശൂരിലേക്ക് സർവീസ് നടത്തി. വീണ്ടും അത് തിരിച്ചു വന്നു. ഒപ്പം മറ്റു 3 ബസ്സുകളും സർവീസ് നടത്തി. ഞാൻ നേരത്തെ പറഞ്ഞ CCTV ഉള്ള ദൃശ്യം. അപ്പോൾ ഈ പാർട്ടി സെക്രട്ടറി ഇങ്ങനെ നിലപാടെടുക്കുമ്പോൾ KSRTC ശക്തമായ യൂണിയൻ ഒരുപക്ഷെ CPMന്റെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവരിലുള്ള ഒരാൾക്ക് ഈ ബുദ്ധി ഉണ്ടാവില്ലേ, ഈ കാർഡ് എടുത്ത് മാറ്റണം? ഈ ഡ്രൈവർ പറയുന്നുണ്ട് ഞാനിത് സംശയിച്ചതാണ്, അപ്പോൾ അവനെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും എന്തായിരിക്കും അവിടെ കളിച്ചത്? രണ്ട് കാര്യം. ട്രേഡ് യൂണിയനിസം എന്താണ്? നമ്മൾ തൊഴിലാളി ദിനത്തിൽ സംസാരിക്കേണ്ട ഒരു കാര്യം അതാണ്. ട്രേഡ് യൂണിയനിസം കേരളത്തെ എവിടെ എത്തിച്ചു? കേരളത്തിൻ്റെ തൊഴിൽ സംസ്കാരത്തെ എങ്ങനെ ബാധിച്ചു? പണിയെടുക്കുന്ന മനുഷ്യന് കക്ഷി രാഷ്ട്രീയം മറന്ന് അവന് സംരക്ഷണയും അവൻ്റെ സേവനവും ഉറപ്പുവരുത്തുകയാണോ? അതല്ല അവനെ എതിർക്കാൻ, തൊഴിലാളിയെ ദ്രോഹിക്കാൻ, തൊഴിലാളികളുടെ ജീവിതം ഉറപ്പുവരുത്തുന്ന കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങളെ തകർക്കാൻ, ഇവിടുത്തെ ഏത് തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികളെയും ഇവിടുത്തെ വ്യവസായത്തെയും തകർക്കാൻ ഒക്കെ ട്രേഡ് യൂണിയനിസം എങ്ങനെ ഉപകരിച്ചു എന്നൊരു ചർച്ച വളരെ പ്രധാനമാണ്. ഇതിൽ ഈ പറഞ്ഞത്, ഈ വക്കീൽ ബുദ്ധി കൊണ്ട് പറഞ്ഞത് മുഴുവൻ കള്ളത്തരായിപ്പോയി. എവിടുന്നോ തപ്പിയെടുത്ത വാഹനത്തിൻ്റെ നമ്പർ പറഞ്ഞു നോക്കുമ്പോൾ KSRTC നമ്പർ ഇപ്പോൾ KL15 ആണല്ലോ KSRTCയുടെ എല്ലാവർക്കും. അതുപോലും ഈ പാവം മേയർക്ക് അറിഞ്ഞുകൂടാ. മേയർ പറഞ്ഞത് KL53 വരുന്ന നമ്പറാണ്. അപ്പോൾ അതിൻ്റെ എന്തൊരു മണ്ടത്തരാണെന്ന് ആലോചിച്ച് നോക്കൂ. വന്ന് ചെയ്തു കൂട്ടുന്ന എന്താ കാര്യം എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായി ഞങ്ങൾ തെറ്റാണ്, വി ആർ ഓൺ റോങ് ട്രാക്ക് എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന പതർച്ചയാണ്. പിന്നെ പറയുന്നത് മുഴുവൻ നുണയായിരിക്കും, ചെയ്യുന്നത് മുഴുവൻ തെറ്റായിരിക്കും. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംഭവിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ. ഈ പറഞ്ഞത് എത്ര എളുപ്പം തീർക്കാം. പിന്നെ ഒരു ചെറിയ പ്രതീക്ഷയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭരണകൂടത്തിന് MV ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ള പാർട്ടി സെക്രട്ടറിക്ക് അവിടുത്തെ മൗനം പാലിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലാതെ നിസ്സഹായരായി പോകുന്ന KSRTCയിലെ CITU യൂണിയൻ, ഇവരെയൊക്കെ നിരാശപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഇപ്പോൾ ഉള്ളത് നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററാണ്. എന്തൊക്കെ കുറ്റം പറഞ്ഞാലും അദ്ദേഹം ചെയ്ത പണി വളരെ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിനാണ് രാജേന്ദ്രൻ്റെ ആദ്യത്തെ വിളി ചെന്നത് അദ്ദേഹത്തിനാണ്. അദ്ദേഹം തീരുമാനിച്ചത് എന്താ? നേരെ വിജിലൻസിന് കൊടുക്കും. ഇദ്ദേഹം വന്ന് നോക്കിയത് പോലുമില്ല. അദ്ദേഹം വന്ന് നോക്കിയിട്ട് നടപടിയെടുത്താൽ അത് രാഷ്ട്രീയമാക്കും. ഗണേഷ് കുമാർ CPM വിരുദ്ധത കാണിച്ചു എന്ന് പറയാം. അപ്പോൾ അദ്ദേഹം ചോദിച്ചാൽ KSRTCയിലെ എത്രയോ കാലത്തെ പരിചയമുള്ള വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അയച്ചു. അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് തിരക്കിട്ട് നടപടിയൊന്നും എടുക്കില്ല. ആരെയും ഏത് മേയർ വിളിച്ച് പറഞ്ഞാലും MLA വിളിച്ച് പറഞ്ഞാലും MLA പരാതി കൊടുത്തിട്ടുണ്ട് മന്ത്രിക്ക്. അത് അതിനേക്കാളും വലിയ ഗൗരവമായിട്ട് എടുക്കണ്ട. പക്ഷേ കുറച്ചുകൂടി മിനിസ്റ്റർ പക്ഷേ കുറേ കൂടി നയപരവും കുറേ കൂടി മാനുഷികവുമായ നിലപാടെടുത്തു. അല്ലെങ്കിൽ അദ്ദേഹം പുറത്താക്കിയിട്ടില്ല ഇപ്പോഴും. തൽക്കാലം ജോലിയിൽ നിന്നും എന്തെല്ലാം പ്രഷർ വന്നിട്ടുണ്ടാവും. ഗണേഷ് കുമാറിനെ പോലുള്ള ഒറ്റയാൾ MLA ഉള്ള ഒരു പാർട്ടിക്ക്, ആ മന്ത്രിക്ക് എന്തെല്ലാം പ്രതിസന്ധി വന്നിട്ടുണ്ടാവും. MV ഗോവിന്ദൻ മാഷ് വിളിച്ചിട്ടുണ്ടാവും. സാക്ഷാൽ പിണറായി വിളിച്ചല്ലേ എന്ന് ആർക്കറിയാം. എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ പ്രശ്നത്തിൽ. അദ്ദേഹത്തിൻ്റെ ഗതികേട് നമുക്കറിയാലോ. ഈ തടി കേടാവാതെ നിൽക്കുകയും വേണം, മനുഷ്യത്വം കാണിക്കുകയും വേണം,
തൊഴിലാളിയോട് അദ്ദേഹത്തെ സംരക്ഷിക്കുകയും വേണം. അങ്ങനെ വല്ലാത്ത നിസ്സഹായാവസ്ഥയിലായിട്ട് പോലും കാര്യമായ സ്വാധീനമൊന്നും ഈ ഗവൺമെൻറ്റിൽ ഇല്ലാത്ത ഒരു ഒറ്റ MLA മന്ത്രി ഈ കാര്യത്തിലെടുത്ത നിലപാട് മാതൃകാപരമാണ്. അത് മാത്രമാണ് ഈ സീന്, ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മളെ ഇത്രയേറെ ഞെട്ടിക്കുമ്പോൾ, സങ്കടപ്പെടുത്തുമ്പോൾ ആശ്വാസകരമായ ഒരു ദൃശ്യം ഇതിൽ ഈ KB ഗണേഷ് കുമാറിൻ്റെ നിലപാടാണ് എന്നെനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ യദുവിന് ഇനി അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ, അതായത് പൊതുജനം മുഴുവൻ കൂടെ നിൽക്കുന്നു, മീഡിയ മൊത്തം കൂടെ നിൽക്കുന്നു. അപ്പോൾ ആ യദുവിന് പ്രതീക്ഷ നൽകിയത് ശരിക്കും ഗണേഷ് കുമാർ തന്നെയാണ്. ഗണേഷ് കുമാർ. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം, ഈ യദു വീണ്ടും മന്ത്രിക്ക് പരാതി നൽകാൻ പറ്റുള്ളൂ. ഈ മന്ത്രിക്ക് അന്വേഷിക്കാമല്ലോ, ഈ KSRTC ബസ്സിലേക്ക് പുറത്തുനിന്ന് ഒരാൾക്ക് വന്ന് കയറാൻ പറ്റില്ല. ഇത് ഡിപ്പോയിൽ പാർക്ക് ചെയ്യുന്ന വണ്ടിയല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും സർവീസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ മെക്കാനിക്കൽ സെക്ഷനിലുള്ളവർ, അല്ലെങ്കിൽ അതിൻ്റെ പാർട്സ്, ഇത് വർക്ക്ഷോപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവരിൽ സ്വാഭാവികമായും കൂടുതലുള്ളത് ഈ ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഈ തൊഴിലാളി വർഗ ദിനത്തിൽ, അല്ലെങ്കിൽ ഈ തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഒരു ദിനത്തിൽ ഈ തൊഴിലാളിയായ യദുവിനൊപ്പമാണോ ഈ ട്രേഡ് യൂണിയൻ നിൽക്കുന്നത്? ട്രേഡ് യൂണിയൻ നിൽക്കുന്നത് തൊഴിലാളി വിരുദ്ധമായ നിലപാടാണ്. ഇനി മാത്രമല്ല, ഒരു പക്ഷേ ഈ തൊഴിലാളി ദിനത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ കേസിൽ സമഗ്രമായ വസ്തുനിഷ്ഠമായ അന്വേഷണം നടന്നാൽ ആ ക്യാമറയിലെ ഗാഡ്ജറ്റ് മെമ്മറി കാർഡ് എടുത്തു മാറ്റിയ തീർച്ചയായിട്ടും തൊഴിലാളി പക്ഷത്ത് നിൽക്കുക. CITU തൊഴിലാളി യൂണിയൻ്റെ ആരെങ്കിലും പാവങ്ങളായിരിക്കുമല്ലോ അടിമ തൊഴിലാളികൾ അത് ചെയ്തത്. ആ ചെയ്തവർക്ക് തൊഴിലാളി വിരുദ്ധമായി അനുഷ്ഠിക്കപ്പെട്ട ഏറ്റവും കൊടിയ ഒരു ക്രിമിനൽ കുറ്റത്തിൽ പ്രതികളായിത്തീരുന്ന നാണം കെട്ട ഒരു ദിവസമായി ഈ സാർവദേശീയ തൊഴിലാളി ദിനം മാറുന്നു എന്നതാണ് കേരളത്തിലെ തൊഴിലാളി വർഗം കാണേണ്ടത്. തൊഴിലാളി വർഗത്തിൻ്റെതെന്ന് അവകാശപ്പെടുന്ന ഭരണകൂടവും തിരിച്ചറിയേണ്ടതാണ്. ഈ ഒന്നിനു പുറകെ ഒന്നായി ഇവരുടെ നുണകളെല്ലാം പൊളിഞ്ഞു വിടും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് പറയുന്നത് KSRTC ബസ് ഇവിടെ വരുമ്പോൾ ഞങ്ങൾ മെമ്മറി കാർഡ് എടുത്ത് വെച്ച് പരിശോധിക്കാമെന്ന് പോലീസ് പറയുന്നു. അതിന് ഈ പറയുന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണർ അല്ലെങ്കിൽ CMDയുടെ ഒക്കെ പ്രത്യേക ഉത്തരവ് വേണം. അതെല്ലാം കിട്ടി. എന്നിട്ടാണ് ഈ ബസ്സിൽ പരിശോധിക്കാനായിട്ട് പോലീസ് ചെല്ലുന്നത്. അപ്പോൾ ഇത്രയും സമയം പോലെ ഒരു കാർഡ് എടുത്ത് മാറ്റാൻ തീർച്ചയായിട്ടും ഈ കേരളത്തിലെ സിനു എല്ലാ കേസുകളുടെയും സ്ഥിതി അതാണ്. യഥാർത്ഥത്തിൽ ഈ കള്ളന് കാവലിരിക്കുന്നവർ എപ്പോഴും കളവ് നടന്ന സ്ഥാപനങ്ങൾക്കകത്ത് തന്നെയാണ്. ഇതിലും തീർച്ചയായിട്ടും സംഭവിക്കാതെ തന്നെയാണ്. ഉത്തരവാദപ്പെട്ടവരും നിർദ്ദേശപ്രകാരം യഥാർത്ഥ തൊഴിലാളിയെ സംരക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ടവർ തന്നെ ആ മെമ്മറി കാർഡ് മാറ്റിയിട്ടുണ്ടാകും. അത് കണ്ടെത്തിയാൽ, അത് കണ്ടെത്തുന്നതായിരിക്കും ഒരുപക്ഷെ ഈ കേസിൽ ആര്യ രാജേന്ദ്രനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും നേരിടുന്ന ഏറ്റവും അപമാനകരമായ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ എപ്പിസോഡ്, ഈ വർത്തമാനം നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ.